ഹായ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മൾട്ടി ബാഗേഴ്സിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ മൾട്ടി ബാഗേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോയാൽ ലെങ്ത് ഒരുപാട് കൂടി പോകും. അപ്പോൾ ഈ വീഡിയോയിൽ അതിന്റെ വാല്യുവേഷനെ പറ്റിയിട്ട് റേഷ്യോനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ മൾട്ടി ബാഗേഴ്സും റേഷ്യോയും തമ്മിലുള്ള കണക്ഷനാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. റേഷ്യോനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും അത് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി സംസാരിക്കുന്നത്. വാല്യുവേഷന്റെ ബെനിഫിറ്റ്സ് അല്ലെ റേഷ്യോന്റെ ബെനിഫിറ്റ്സ് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്ന് പിയിൽ നമുക്ക് എക്സ്പാൻഷൻ പ്രതീക്ഷിക്കാം, അതല്ലെങ്കിൽ പിയിൽ റീറേറ്റിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് രണ്ടും എന്താണെന്ന് ഞാൻ പറയാം. നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആ സ്റ്റോക്കിന്റെ റേഷ്യോ 40 ആണെന്ന് വിചാരിക്കാം. നമ്മൾ ആ സ്റ്റോക്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ റേഷ്യോ എന്തുകൊണ്ട് 40, ഇത് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ഈ റേഷ്യോ 40 വന്നു എന്നുള്ള കാര്യമാണ്. അതിന് പല റീസൺസ് ഉണ്ടാവും. ചിലപ്പോൾ ആ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിന്റെ പീർസ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ചിലപ്പോൾ 20-15 പിയിൽ കിടക്കുമ്പോൾ ഈ കമ്പനി 40 നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രോത്ത് വന്നുകൊണ്ടിരുന്ന കമ്പനി ആയിരിക്കും,